ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയൊരു സംരംഭം തുടങ്ങുന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അഗ്രികൾച്ചർ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംരംഭത്തെക്കുറിച്ചാണ്. നമ്മൾ പലരും ഇതിൻ്റെ ഉപഭോക്താക്കളായിട്ടുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ പലരും ഈ ഒരു സംരംഭത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകാം. എന്താണ് ആ സംരംഭം എന്നല്ലേ? നമുക്കത് പറയുന്നതിന് മുന്നേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ഫലവൃക്ഷ തൈകൾ നമുക്ക് ലഭ്യമാണ്. ചെടികളായിക്കോട്ടെ, മരങ്ങളായിക്കോട്ടെ, ഇവയൊക്കെ നമുക്ക് ലഭ്യമാണ്. എവിടെ നിന്നാണ് ഇവയൊക്കെ നമുക്ക് ലഭിക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും നമുക്ക് ലഭിക്കാറുണ്ട്. പക്ഷേ അവയൊന്നും അത്രത്തോളം ഫലങ്ങൾ തരുന്നവയോ നന്നായി പുഷ്പിക്കുന്നവയോ അല്ലെങ്കിൽ നല്ല വിത്തുൽപാദന ശേഷിയുള്ളവയൊന്നും ആയിരിക്കില്ല. അതിന് കാരണം എന്താണ്? നമ്മുടെ മണ്ണിന് വന്നിട്ടുള്ള മാറ്റങ്ങളും കാലാവസ്ഥാ വ്യതിയാനവുമെല്ലാം അതിൽ സ്വാധീനിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ഉള്ള സമയത്താണ് അഗ്രോ നഴ്സറികളുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അഗ്രോ നഴ്സറികൾ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചെടികളെ പരിപാലിച്ച് അവയെ വിപണനം നടത്തുന്ന സ്ഥലങ്ങളാണല്ലോ അഗ്രോ നഴ്സറികൾ. ആ അഗ്രോ നഴ്സറികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. അഗ്രോ നഴ്സറി തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൃഷിയോട് താല്പര്യമുള്ളവരായിരിക്കണം. ചെടികളെയും പൂക്കളെയും പരിപാലിക്കാനും അവയെ സംരക്ഷിക്കാനും നിങ്ങൾക്ക് കഴിയണം. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ ഒരു മേഖലയിൽ ശോഭിക്കാൻ സാധിക്കുകയുള്ളൂ. നല്ല നല്ല വെറൈറ്റിയുള്ള വ്യത്യസ്ത തരങ്ങളായിട്ടുള്ള പൂച്ചെടികൾ, ഫലവൃക്ഷ തൈകൾ, നല്ല നല്ല മരത്തൈകൾ, ഇവയുടെയൊക്കെ വിത്തും തൈകളുടെ ഉൽപ്പാദനവും ഈ അഗ്രോ നഴ്സറിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവ തുടങ്ങുന്നതിന് ആദ്യം ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്ഥലം ആവശ്യമാണ്. ഇവയെ പരിപാലിക്കാനായിട്ടുള്ള ഷെഡുകൾ തയ്യാറാക്കാനായിട്ട് പ്രത്യേക രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ള ഷെഡുകൾ നമുക്ക് ആവശ്യമാണ്. അവിടെ റൂമിൽ ടെമ്പറേച്ചറുകൾ ക്രമീകരിക്കേണ്ടി വരും. അതുപോലെ വാട്ടറിങ് സിസ്റ്റംസ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. ഇതിനെല്ലാം ഒരു ചെറിയ എക്സ്പെൻസ് ആവശ്യമായിട്ട് വരും. അതിലെല്ലാം ഉപരി നിങ്ങൾക്ക് അധ്വാനിക്കാനുള്ള നല്ലൊരു മനസ്സുണ്ടാകണം, കൃഷിയോട് താല്പര്യമുണ്ടായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മേഖല നിങ്ങൾക്ക് സക്സസ് ഉണ്ടായിരിക്കും. ഈ സക്സസ് എങ്ങനെ ഉണ്ടാവും? നല്ല വെറൈറ്റി ആയിട്ടുള്ളവയും അത്യുൽപാദന ശേഷിയുള്ളതുമായിട്ടുള്ള തൈകൾ വേണം നമ്മൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്താനായിട്ട്. ഞാൻ ഒരു യാത്ര നടത്തുന്നതിനിടയ്ക്ക് ഒരു നഴ്സറിയിൽ കയറി. അപ്പം അവിടെ കുറച്ച് ആളുകളൊക്കെ ആ നഴ്സറി കാണാനായിട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പുറമേ നിന്ന് കാണാനും വലിയ കുഴപ്പമില്ല. നല്ല തൈകൾ, കുറേയേറെ മരത്തൈകളും ഫലവൃക്ഷ തൈകൾ, പൂച്ചെടികളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം കുറച്ച് ആളുകൾ വന്ന് സാധനങ്ങൾ വാങ്ങിപ്പോകുന്നുണ്ട്. ചെടികൾ, തൈകളൊക്കെ വാങ്ങിപ്പോകുന്നു. അവർ വണ്ടിയിൽ വന്ന് വാങ്ങിപ്പോകുന്നു. ഞാൻ കുറച്ചുകൂടെ അകത്തേക്ക് നടന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് അവിടെ ഒരു ചെറിയൊരു ഓഫീസുണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞപ്പം കൊറിയർ ചെയ്യാനുള്ള രീതിയിൽ ഈ തൈകളൊക്കെ പാക്ക് ചെയ്യുകയാണ്. ഞാനപ്പം അതിൻ്റെ ഓണറുടെ അടുക്കൽ അന്വേഷിച്ചപ്പം ആൾ പറഞ്ഞത്, ഇത് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. നമ്മളിത് സോഷ്യൽ മീഡിയ വഴിയാണ് ഇത് കൂടുതലായിട്ട് നമുക്ക് ഓർഡർ കിട്ടുന്ന. ആളുകൾ വരുന്നതിൽ കൂടുതൽ, വന്ന് വാങ്ങിക്കുന്നതിൽ കൂടുതൽ ഓർഡർ കിട്ടുന്ന സോഷ്യൽ മീഡിയ വഴിയാണ്. സോഷ്യൽ മീഡിയ വഴിയും അദ്ദേഹം സ്വന്തമായി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വെബ്സൈറ്റ് വഴിയുമാണ് ഈ ചെടികൾക്കുള്ള ബുക്കിംഗ് എല്ലാം കിട്ടുന്നത്. അപ്പം നമ്മൾ 7 തൊട്ട് 15 ദിവസത്തിനകം നമ്മൾ ഈ സാധനങ്ങളെല്ലാം കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്യും. അങ്ങനെയാണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയാണ്. ഇന്ന് നമ്മൾ പണ്ട് കാലത്തെ പോലെ പോയിട്ട് എല്ലാവരും പോയി ചെടികൾ അവിടെ പോയി എവിടെയാണ് നഴ്സറിയിൽ നിന്ന് കണ്ടുപിടിച്ച് നമ്മൾ വാങ്ങിച്ചു വരുന്ന ഒരു പ്രവണത ഇന്ന് കുറഞ്ഞു വന്നിരിക്കുകയാണ്. ഇന്ന് ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ധാരാളം ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട്. ഈ പൂച്ചെടികളും ഈ ഫലവൃക്ഷ തൈകളൊക്കെ വിൽപ്പന നടത്തുന്ന ഗ്രൂപ്പുകളുണ്ട്. അവരൊക്കെ ഒരുപാട് വരുമാനങ്ങൾ സൈഡായിട്ട് അവർക്കൊക്കെ കിട്ടുന്നുമുണ്ട്. അപ്പം നമ്മൾ മാർക്കറ്റിംഗ് മേഖല സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം ഈ ഒരു മേഖലയിൽ. അപ്പം നമ്മൾ കൃത്യമായ ടൈമിങ്ങിൽ നമ്മൾ
ഡെലിവറി നമുക്ക് സാധ്യമാകുന്നില്ല, കസ്റ്റമേഴ്സിന് നമ്മുടെ സർവീസ് അല്ലെങ്കിൽ നമ്മുടെ ഈ തൈകൾ എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നല്ല വരുമാനം നിങ്ങൾക്ക് ലഭ്യമാകും. കാരണം ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. പിന്നീട് തൈകളൊക്കെ നിങ്ങൾക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങാൻ സാധിക്കും. നിങ്ങളുടെ ആ നഴ്സറിയിൽ തന്നെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൂടുതൽ തൈകൾ വിപണിയിലെത്തിക്കാനായിട്ട് സാധിക്കും. അവയെ പരിപാലിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ശുചിത്വം അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഈ നഴ്സറികളിൽ. പിന്നെ അതിന് പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. ഒരു നഴ്സറിക്ക് പറ്റിയൊരു അറ്റ്മോസ്ഫിയർ നിങ്ങളവിടെ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനോട് ആത്മാർത്ഥതയുണ്ടാണ്. 100% ആത്മാർത്ഥത ഇല്ലാതെ ഈ ഒരു ബിസിനസ്സിൽ, അത് ഈ ബിസിനസ് എന്നല്ല ഏത് ബിസിനസ്സും ആയിക്കോട്ടെ, അതിനോട് ആത്മാർത്ഥത ഉണ്ടായിരിക്കും. അപ്പം അതോടൊപ്പം തന്നെ ഈ അഗ്രോ നഴ്സറികളോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഗാർഡനിങ് സർവീസുകൾ. ഗാർഡനിങ് മേഖലയിൽ ഒരുപാട് സാധ്യതകൾ ഇന്നുണ്ട്. ഇന്ന് പുതിയ വീട് ഉണ്ടാക്കുന്നവർ, അതുപോലെ ഫ്ലാറ്റ് ഉണ്ടാക്കി വിൽക്കുന്ന ആളുകൾ, അതുപോലുള്ള സ്ഥലങ്ങളിൽ ഈ ഗാർഡനിങ്ങിന് ഓഫീസുകളായിക്കോട്ടെ, ഗാർഡനിങ്ങിന് വളരെയധികം സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഗാർഡനിങ് സർവീസുകൾ കൂടി നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഈ അഗ്രോ നഴ്സറിയോടൊപ്പം ഗാർഡനിങ് സർവീസും കൂടി നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു അധിക വരുമാനവുമായി നിങ്ങൾക്ക് അഡീഷണലായിട്ടൊരു സർവീസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാനും സാധിക്കും. അതിലുപരി കുറേ ആളുകൾക്ക് നിങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പം ഈ അഗ്രോ നഴ്സറിയോടൊപ്പം തന്നെ ഗാർഡനിങ്ങും കൂടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.